ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിശേഷവും സന്തോഷവും എല്ലാം കൂടിയുള്ള ദിവസമാണ്. അപ്പോൾ തലേന്നത്തെ കാഴ്ചകളാണ് നിങ്ങൾ ആദ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. തലേന്ന് നമ്മൾ വീട്ടിൽ ചെറിയൊരു പന്തലൊക്കെ ഇട്ടു. നമുക്ക് വന്ന് ചെറിയൊരു പന്തൽ, കുഞ്ഞൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ചെറിയൊരു പന്തലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ നാത്തുവിൻ്റെ വയറ്റങ്കളെ ഇവിടെയെല്ലാം കണ്ടുകൊണ്ടിരിക്കും. അവർ തന്നെയാണ് കുഞ്ഞിന് വേണ്ടിയുള്ള ഫംഗ്ഷനും പന്തലൊക്കെ ഇട്ടിട്ടുള്ളത്. രാവിലെ പിന്നെ കസേരയൊക്കെ അറേഞ്ച് ചെയ്ത് നൂലുകെട്ടിന് സെറിമണിക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നെയിമിങ് ബോർഡിന് പകരം ഒരു നെയിമിങ്ങിൻ്റെ ഒരു ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനുള്ള കരിവളയെല്ലാം റെഡിയാക്കി. ഇതാണ് കേട്ടോ ഞാൻ കൊടുക്കുന്ന സാരി. നമുക്കൊരു ചെറിയ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു നമുക്ക് 4 പേർക്കും കൂടെ. അപ്പോൾ ഒരു പാരറ്റ് ഗ്രീനും സ്കൈ ബ്ലൂ കളറുള്ള സാരിയും അതിന് ചേരുന്ന വളയും കമ്മലും ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്കും അതേപോലത്തെ 2 മക്കൾക്കും അതേപോലത്തെ അതേ കളർ തന്നെയുള്ള ഡ്രസ്സാണ് തയ്പ്പിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ എന്താ പറയാൻ, നമ്മൾ വിളക്കൊക്കെ റെഡിയാക്കി വെച്ച് എല്ലാം സാധാരണ നൂലുകെട്ടിന് നമ്മൾ എന്തൊക്കെയാണ് റെഡിയാക്കി വെക്കുന്നത്, വിളക്കൊക്കെ കത്തിച്ചു, ഗണപതി പടകയൊക്കെ വെച്ചു, കുഞ്ഞുള്ള കൺമഷി, കരിവള, ഡ്രസ്സ് അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ ഗോൾഡ് എല്ലാം എടുത്ത് അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഹസ്ബൻഡും മൂത്ത ആളും കൂടാണ് ഇരുന്നത്. അപ്പോഴത്തേക്ക് ഇളയ കുഞ്ഞിപ്പെണ്ണിനെ ഒരുക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവളെ ഒരുക്കി കൊണ്ടുവന്ന് അപ്പയുടെ കൈ കൊടുത്തു. അച്ഛൻ്റെ പെങ്ങളാണ്. കുഞ്ഞിനെ പിടിച്ചു കൊടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ അച്ഛൻ നൂല് കെട്ടും. അങ്ങനെ നൂലൊക്കെ കെട്ടിയിട്ട് പിന്നെ പേരൊക്കെ വിളിച്ചു. 3 പ്രാവശ്യം കുഞ്ഞിന് ചെവിയിൽ പേരൊക്കെ വിളിച്ച ശേഷം നമ്മൾ എല്ലാവർക്കുമായിട്ട് പേരൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പം നിങ്ങൾക്ക് പേരറിയണ്ടേ? അപ്പം നിങ്ങളോട് പേര് ഞാൻ പറയാവേ, എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുഞ്ഞിന് വേണ്ടിയുള്ള ഗോൾഡൊക്കെ ഇട്ട് കൊടുത്തു. എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് നമ്മുടെ മൂത്ത ആളിനെ കൊണ്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒരു മോതിരമൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കുഞ്ഞിൻ്റെ മാമൻ കുഞ്ഞിന് വളയും ചെയിനും എല്ലാം ഇട്ട് കൊടുത്തു. എല്ലാവരും ഡ്രസ്സുകളും അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ ബേബി സെറ്റുകളൊക്കെ കുഞ്ഞിനോട് കൊടുത്തു. നമ്മൾ ഗിഫ്റ്റ് മേടിക്കുമ്പം കുറേ നേരം സ്പെൻഡ് ചെയ്യണം. നമുക്ക് ഇഷ്ടപ്പെട്ടവർ നമ്മുടെ കുഞ്ഞിന് ഇഷ്ടമുള്ളത് കൊണ്ട് അവർക്ക് കുറേ ഗിഫ്റ്റുകൾ കൊടുക്കുമല്ലോ. അപ്പം നമ്മളതിൽ നിന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്ത് നമ്മൾ മുഷിവൊന്നും തോന്നാതെ നമ്മൾ സന്തോഷത്തോടെ ഇരുന്നതെല്ലാം കുറേ നേരം അതെല്ലാം വാങ്ങി എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതിന് നമ്മളിങ്ങനെ ഇരിക്കണമായിരുന്നു. കുഞ്ഞ് നല്ല കരച്ചിലായിരുന്നു. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ സമയത്ത് കുഞ്ഞ് നല്ല കരച്ചിലായിരിക്കും. ചൂടും പിന്നെ എല്ലാവരുടെയും ബഹളവും കുഞ്ഞിനെ എടുത്ത് പിടിച്ചതിൻ്റെ അസ്വസ്ഥത എല്ലാം കുഞ്ഞിനുണ്ടായിരുന്നു. കുഞ്ഞ് നല്ല നിലവിളിയും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ആശ്വസിപ്പിച്ച് പാലൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ ഇരുന്നത്. അപ്പോൾ എല്ലാവരും കൊണ്ടുവരുന്ന ഗിഫ്റ്റൊക്കെ മേടിക്കണമല്ലോ. അപ്പം നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഒരാളെ മാറ്റി നിർത്തുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ എല്ലാവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മാമ്മയാണിത്. അമ്മാമ്മ കുഞ്ഞിന് കമ്മലൊക്കെ ഇട്ട് കൊടുത്തു, കമ്മലൊക്കെ വാങ്ങിച്ചു കൊടുത്തു. നമ്മളിപ്പോഴേ കാത് കുത്തത്തില്ല കേട്ടോ. നമ്മൾ 6 മാസം കഴിയുമ്പോഴാണ് ചോറ് കൊടുത്തിട്ടാണ് കുഞ്ഞിന് കാത് കുത്തുന്നത്. അപ്പോൾ അതുവരെ കമ്മൽ നമ്മൾ ഇടാറില്ല. അപ്പോൾ ചോറ് കൊടുത്ത ശേഷം നമ്മൾ നേരെ പോയി കാത് കുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഒരു ആചാരം. ഓരോ നാട്ടിലും ഓരോ രീതികളല്ലേ. അപ്പം വ്യത്യസ്തമായ രീതികളായിരിക്കുമല്ലോ എല്ലാവരുടെതും. അപ്പം നമ്മുടെ രീതികളൊക്കെ ഇങ്ങനെയാണ്. അപ്പം നമ്മൾ ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് പിന്നെ എണ്ണിക്കുന്നത് നെയിമിങ് സെറിമണിക്കുള്ള ഇതിന് വേണ്ടിയാണ്. അപ്പം നെയിം എല്ലാവർക്കും അറിയിക്കണമല്ലോ. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മളെങ്ങനെ പറഞ്ഞെങ്കിലും ആ സാധനം വലിച്ചുയർത്തണമല്ലോ. അതിന് വേണ്ടിയാണ് സെറ്റ് അയക്കുന്നത്. അപ്പോൾ കുഞ്ഞ് നല്ല കരച്ചിലായപ്പോൾ കുഞ്ഞിൻ്റെ അപ്പയുടെ ഇട്ട് കൊടുത്തു. അപ്പയാണ് കുഞ്ഞ് കണ്ണൊക്കെ എഴുതുന്നത്. അപ്പം നമുക്ക് കണ്ണെഴുതുന്ന മുമ്പം നെയിം എല്ലാവരെയും കാണിച്ചിട്ട് കണ്ണെഴുതാമെന്ന് കരുതി. അങ്ങനെ അതിന് വേണ്ടി നമ്മളെല്ലാവരും വേണ്ടിച്ചു. ഈ തറയിൽ നിന്ന് എണ്ണിക്കാൻ നല്ല പാടാണ്. നമ്മൾ ഇച്ചിരി വണ്ണവും കൂടെ വെച്ചിരിക്കുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും കളിയാക്കുന്നുണ്ടായിരുന്നു. നല്ല വണ്ണമൊക്കെ വെച്ചിരിക്കുക, നിന്നെ വിളിക്കാൻ റെയിൻ കൊണ്ടുവരണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കളിയാക്കി. പ്രസവിച്ച പെണ്ണുങ്ങൾക്ക് കുറച്ച് വണ്ണമൊക്കെ കാണുമല്ലോ ആ സമയത്ത്. പിന്നല്ലേ അവർ ഡയറ്റൊക്കെ ചെയ്താക്കും. ഞാനിപ്പോഴും ഡയറ്റൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ചിലത് സ്വപ്നങ്ങളിൽ മാത്രം, ചിലത് പ്രാവർത്തികമാക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പേരറിയിക്കാൻ വേണ്ടി അത് അത് ചെറിയ രീതിയിലാണ്. അപ്പോൾ അതിങ്ങനെ പിടിച്ചു. അപ്പോൾ കുഞ്ഞിൻ്റെ പേര് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടോ? അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ പേരെന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ കുഞ്ഞിൻ്റെ പേര് വൈദിക സായി എന്നാണ്. അപ്പം വൈദിക സായി എന്നുള്ള ഒഫീഷ്യൽ പേരും വീട്ടിൽ നമ്മൾ തേനു എന്നാണ് വിളിക്കുന്നത്. മൂത്ത ആൾ വൈദേഹി സായി, ഇളയാൾ വൈദിക സായി. വീട്ടിൽ നമ്മൾ തേനു എന്ന് വിളിക്കും. മൂത്ത ആളെ നമ്മൾ ശങ്കർ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. നമ്മുടെ പഴയ വീഡിയോസ് കാണുന്നവർക്കറിയാം. മൂത്ത കുട്ടി ശങ്കരക്കുട്ടിയുടെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തൊരു വീഡിയോ കയറി കാണണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് വരാം. അങ്ങനെ നമ്മൾ കുറേ ഇങ്ങനെ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫറെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ വീഡിയോ നമ്മളിങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ നമ്മൾ ക്യാമറ റെൻ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സമയത്ത് നമുക്ക് ക്യാമറ കിട്ടിയില്ല. അങ്ങനെ നമ്മളൊരു സ്റ്റുഡിയോയിൽ നിന്ന് ഒരാളെ വിളിച്ചു. അയാൾ വന്ന് കുറേ ഫോട്ടോസൊക്കെ നമുക്ക് എടുത്ത് തന്നു. അതിനുശേഷം കുഞ്ഞിൻ്റെ അപ്പച്ചിയുടെ കയ്യിലേക്ക് കൊടുത്ത്
കുഞ്ഞിന് കണ്ണെഴുതുകയാണ്. ഇത് നമുക്ക് ചടങ്ങാണ് കുഞ്ഞിൻ്റെ അപ്പച്ചി കുഞ്ഞിന് കണ്ണെഴുതി കൊടുക്കുന്നത്. നമ്മൾ അതുവരെ ജനിച്ചിട്ട് അതുവരെ നമ്മൾ കണ്ണെഴുതില്ല. 28 അന്നാണ് കണ്ണെഴുതുന്നത്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കുഞ്ഞിനും കുറച്ച് അസുഖങ്ങളും എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ 56നാണ് ചരട് കെട്ടിയത്. അന്നാണ് കുഞ്ഞിന് കണ്ണെഴുതുന്നത്. അപ്പോൾ ജനിച്ചിട്ട് ആദ്യമായിട്ട് കുഞ്ഞിന് കണ്ണെഴുതി കൊടുക്കുന്ന ദിവസം കുഞ്ഞിൻ്റെ നൂലുകെട്ട് ദിവസം തന്നെയാണ്. അങ്ങനെ അപ്പച്ചി കണ്ണൊക്കെ എഴുതി കൊടുത്ത് പിന്നെയാണ് ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പച്ചി തന്നെയാണ് കുഞ്ഞിന് കണ്ണൊക്കെ എഴുതി കുഞ്ഞിനെ ഒരുക്കി കുഞ്ഞിന് ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ കുഞ്ഞിനെ സുന്ദരിയാക്കണ്ടേ, അപ്പോൾ നമ്മൾ നൂല് കെട്ടിയാൽ പിന്നെ വളയൊക്കെ ഇട്ട് കൊടുത്ത് മാലയൊക്കെ ഇട്ട് കൊടുത്ത് കണ്ണൊക്കെ എഴുതി പുതിയ ഉടുപ്പൊക്കെ ഇട്ട് കുഞ്ഞിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അപ്പച്ചി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുഞ്ഞ സമയത്ത് നല്ല സൈലൻ്റായിട്ട് ഇരുന്ന് കേട്ടോ, എന്താ പറ്റിയെന്ന് അറിയില്ല. നല്ല കാമൻ ക്വയറ്റായിട്ട് കുഞ്ഞിരുന്ന് കുഞ്ഞെല്ലാത്തിനും സഹകരിച്ച് തന്നു. അല്ലെങ്കിൽ കീറി വെളിച്ചലറുന്ന മോളാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞിതിന് വേണ്ടി എല്ലാപോലെ സഹകരിച്ച് തന്നു. കുഞ്ഞിന് കണ്ണൊക്കെ എഴുതി സുന്ദരിയാക്കിയ ശേഷം പിന്നെ നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കാൻ നിന്നു. ആദ്യം അപ്പയും കുഞ്ഞുമൊക്കെ ഫോട്ടോ എടുത്തു. പിന്നെ നമ്മൾ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും നമ്മുടെ വീട്ടിൽ വന്ന എല്ലാവരെയും നിർത്തി ഫോട്ടോസൊക്കെ എടുത്ത് മാമിയും ചേട്ടനും എല്ലാവരും നിന്ന് കുഞ്ഞുമായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. ഇതൊക്കെയല്ലേ നമ്മുടെ സന്തോഷം. നമ്മുടെ ജീവിതത്തിൽ കുറേ മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ നമുക്ക് എന്ന് സൂക്ഷിച്ച് കുറേ ഫോട്ടോസുകളിലൂടെ വയ്ക്കാം. അപ്പോൾ അത് നമുക്ക് കാണുമ്പോഴെപ്പോഴും നമുക്ക് സന്തോഷവും തോന്നും. കുഞ്ഞിപ്പന്നെ ഇടയുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ, കരഞ്ഞാൽ പിന്നെ രക്ഷയില്ലല്ലോ. ആ സമയം കൊണ്ട് പിന്നെ ഫോട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിന് നെയിം റിവീലിങ്ങിനെ പോയി. അപ്പം നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ പേര് ഇതാണ്, വൈദിക സായി. നമ്മൾ തേനു എന്ന് വിളിക്കും. മൂത്ത ആൾ വൈദേഹി സായി എന്നാണ് കേട്ടോ പേര്. ഇളയാൾ വൈദിക സായി. പിന്നെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.